യോ യോ ഓണപ്പാട്ടിൽ ഓണപ്പാട്ടിൽ താളം തുള്ളും യോ യോ ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാന കുളിർ കുഞ്ഞിക്കൈകൾ ഓണവില്ലുയാലാടും വണ്ണാത്തിക്കിളിയേ നിന്നെ കൂടും കൂട്ടവുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകളൊരുക്കുന്ന ഒരു വേനൽ പകലിൽ ഖൊരാനകളുടെ കോളി നിയാറ്റാൻസിന്റെ കോളി ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങൾ ധ്രുവതിന്റെ വിറയാർന്ന ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി Excuse me, my wife is calling. I will come back soon. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് രണ്ടൗട്ടാവുന്നത്? കോള് വന്നു. എൻ്റെ ഉത്രാട പൂജിതരാകും. എൻ്റെ വൈഫ് വിളിച്ചു, ഉത്രാടമായിട്ട് ചേട്ടാ വരൂ, ഞാൻ പായസം ഉണ്ടാക്കി, അടപ്രഥമനുണ്ടാക്കി, വരൂ കഴിക്കൂ, പപ്പടം പഴവും കൂട്ടി കഴിക്കൂ. അങ്ങനെ എൻ്റെ സ്വന്തം വൈഫാണ് വിളിച്ചത്. അതൊക്കെ ഒരു രസമാണ്. അവളെ നാട്ടിൽ സ്വന്തം നാട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ വിളിക്കുന്നു, ഒരു ഫുഡ് കഴിക്കാൻ വരും അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു നല്ലൊരു മൊമെൻ്റാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ഹായ്. അപ്പം നമ്മൾ പാടിക്കൊണ്ടിരുന്ന പാട്ട് ഓണപ്പാട്ടാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. അതേ സുഹൃത്തുക്കളെ, ട്രാവൽ വ്യത്യസ്തമായിട്ട് ലൈവ് സ്ട്രീമുകൾ ഇനിയും ഉണ്ടാകും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് കഴിവയായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ഫിൽറ്റർ ഇട്ടാണ്. യൂട്യൂബ് നമുക്കൊരു ഫിൽറ്റർ എടുക്കാച്ച് ഫിൽറ്റർ തന്നു. ഞാനൊരു കറുത്ത് കരിമന്തിയാണ്. ഒറ്റമാര് നമ്മുടെ വീട് കൊല്ലത്താണ്. ട്രാവൽ വിത്ത് സമാനം നമ്മുടെ ചാനലിൻ്റെ പേര്. നമ്മൾ ഫിൽറ്റർ ഇട്ടാക്കിയ വെളുപ്പിച്ച് നിർത്തിയാണ്. നോക്കിയാൽ യഥാർത്ഥ രൂപ കാണാം. അതാണ് പാട്ടുമൊക്കെ പാടി കിടയിൽ ലൈവൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെ ട്രാവൽ ഉത്സവം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ചാനലിനെതിരെ പലരും അധിക്ഷേപങ്ങളുമായി വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് വിളിക്കട്ടെ, വിളിച്ച് നാവ് പഴയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ റീച്ച് കൊടുക്കാതിരിക്കുമ്പോൾ അത്രേ ഉള്ളൂ.